സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂൺ 5 മുതൽ ലക്ഷ്മി നാരായണ യോഗം തേടിയെത്തുന്ന രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2024 ജൂൺ മാസം മുതൽ ലക്ഷ്മി നാരായണ യോഗം തേടിയെത്തുന്ന ചില രാശിക്കാരുണ്ട്. ഈ രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പ്രത്യേക സൗഭാഗ്യം ലഭിക്കുന്ന സമയമാണ് ഇത്. അപ്പോൾ ആ രാശിക്കാര് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ വിശദമായിട്ട് നോക്കാം. ആദ്യം മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ യോഗം വരുന്ന ഒരു രാശി മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക, കാൽഭാഗം എന്നിവയാണ് ഇതിൽ പെടുന്നത്. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ പോകുന്ന സമയമാണ് ഇത്. ആത്മവിശ്വാസ വർധനവുണ്ടാകും. ഇതിനാൽ ഏറ്റെടുക്കാൻ മടിച്ച കാര്യങ്ങൾ ചെയ്യുകയും മറ്റുള്ളവരുടെ ആദരവ് നേടാൻ സാധിക്കുകയും ചെയ്യും. സാമ്പത്തിക ഭദ്രത, ലോട്ടറി സൗഭാഗ്യം എന്നിവയെല്ലാം ഇവരെ തേടിയെത്തും. അടുത്തത് ഇടവക്കൂറായ കാർത്തിക, മുക്കാല്, രോഹിണി, മകീരം, അര. ഇതിൽ ആദ്യത്തേത് ഇടവൻ രാശിയിൽ ഇടവക്കൂറായ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ലക്ഷ്മി നാരായണ യോഗം പറയപ്പെടുന്നുണ്ട്. ഇവരുടെ ലഗ്നഭാവത്തിലാണ് ഈ യോഗം ഉള്ളത് എന്നതിനാൽ ഇവർക്ക് സൗഭാഗ്യം ഏറെ വരും. മാത്രമല്ല മികച്ച തൊഴിൽ നേടാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും മറ്റുള്ളവരുടെ ആദരവ് നേടാനും സാധിക്കും. കിട്ടാക്കടങ്ങൾ മടങ്ങിക്കിട്ടും. വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് ഉചിതമായ സമയമാണ്. കുടുംബജീവിതത്തിലും സന്തോഷവും സുഖവും ഒക്കെ ഉണ്ടാകും. സന്താന സൗഭാഗ്യം ഉണ്ടാകും. ബന്ധുസമാഗമം ഉണ്ടാവും. ലോട്ടറി സൗഭാഗ്യം ഉണ്ടാവും. എല്ലാം ഇവരെ തേടിയെത്തും. അടുത്തത് കർക്കടകമാണ്. പുണർദം, കാല്, പൂയം, ആയില്യം. ഇവർക്ക് അനുകൂല സമയമാണ്. അതുപോലെ തന്നെ ഈ കൂറിൽ വരുന്നവർക്ക് പ്രത്യേകമായ ഒരു എന്താണ് പറയുന്നത്, ഒരിക്കലുമില്ലാത്ത സൗഭാഗ്യങ്ങളൊക്കെ തന്നെ ഇവരെ തേടിയെത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവർക്ക് തൊഴിൽ പുരോഗതി ഉണ്ടാവും. കർമ്മമേഖല പുഷ്പിടും. ധനവർദ്ധനം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അവരുടെ മേഖലയിൽ ഉയർച്ചയുണ്ടാകും. ദീർഘദൂര യാത്രകൾക്ക് അവസരമുണ്ടാകും. ഇതുകൊണ്ട് ഗുണമുണ്ടാകും. ഇവരെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഒഴിഞ്ഞു ജീവിതം സുഖകരമായി തീരും. അടുത്തത് ചിങ്ങമാണ്. ചിങ്ങക്കൂര് മകം, പൂരം, ഉത്രം, കാല്. അപ്പോൾ ഇവർക്ക് ലക്ഷ്മി നാരായണ യോഗം പറയുന്ന ഒരു കൂറാണ്. അതുപോലെ തന്നെ ഇതിൽപ്പെടുന്ന മകം, പൂരം, ഉത്രം, കാൽഭാഗം എന്നിവയാണ് ഇതില് പ്രധാനമായിട്ടും വരുന്നത്. ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഇതുകൊണ്ട് തന്നെ ഇവർക്ക് പല പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുകയും ആശയക്കുഴപ്പം ഉണ്ടായിരുന്ന പല കാര്യങ്ങളിൽ നിന്നും പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയും അതുപോലെ തന്നെ തൊഴിൽ അവസരങ്ങളും വരുമാന വഴികളും ഒക്കെ വന്നെത്തും. ബിസിനസ്സുകാർക്ക് ഉയർച്ചയുണ്ടാകും. പുതിയ വീടിന് യോഗം കാണുന്നു. പുതിയ വസ്തുക്കൾക്കും ആഭരണങ്ങൾക്കും ഒക്കെ യോഗമുണ്ട്. അടുത്തത് കന്നിയാണ്. കന്നിക്കൂറാണ്. ഉത്രാം, മുക്കാല്, അത്തം, ചിത്ര, അര. ഇവർക്കും ലക്ഷ്മി നാരായണ യോഗം ഉള്ള രാശിക്കാരാണ്. ഇതിൽപ്പെടുന്ന ഉത്രം, മുക്കാൽ ഭാഗം, അത്തം, ചിത്ര, അരഭാഗം എന്നിവ. ഇതിൽ ഇവർക്ക് കർമ്മ മേഖലയിൽ അതുപോലെ തന്നെ ഉയർച്ച ഉണ്ടാവും. വരവൊക്കെ വർദ്ധിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ സാധിക്കും. തീർത്ഥയാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട്. ലോട്ടറി ഭാഗ്യം അതുപോലെ തന്നെ അപ്രതീക്ഷിത ധനാഗമ മാർഗം ഉണ്ടാവും. കുടുംബപരമായ ഉയർച്ചയും സന്തോഷമൊക്കെ ഉണ്ടാകും. അടുത്തത് മീനമാണ്. പൂരിട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. ഇവർക്കും ലക്ഷ്മി നാരായണ യോഗമുള്ള കൂറുകാരാണ്. അതുപോലെ തന്നെ ഇവർക്ക് ജീവിതത്തിൽ പ്രതീക്ഷിതമായ ഉയർച്ച ഇവർക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. തീർത്ഥയാത്രകളൊക്കെ നടത്തും. മനസ്സന്തോഷം വർദ്ധിക്കും. തൊഴിൽപരമായ ഉയർച്ചയുണ്ടാകും. പരീക്ഷകളിൽ ഉന്നത വിജയം ഉണ്ടാകും. ലോട്ടറി ഭാഗ്യം തേടിയെത്തും. പല മേഖലകളിലും ഉയർച്ച ഉണ്ടാകും. അപ്പോൾ ലക്ഷ്മി നാരായണ യോഗം ജൂൺ 5 മുതൽ ഉണ്ടാകുന്ന രാശിക്കാരെ തേടിയെത്തുന്ന രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അധ്യായം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.